വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുകയാണ്. നോക്കാം. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് CBI ഏറ്റെടുക്കാൻ സാധ്യത. കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസിൽ എത്തി വിവരങ്ങൾ ശേഖരിച്ച് CBI ഉദ്യോഗസ്ഥർ. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി CBI സംഘം കൂടിക്കാഴ്ച നടത്തി. ഉദ്യോഗസ്ഥ സംഘം എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ News 18. സ്വർണ്ണക്കടത്തിന് പിന്നിൽ വൻ റാക്കറ്റ് എന്ന് കണ്ടെത്തൽ. സ്വർണം എത്തുന്നത് കേരളവും തമിഴ്നാടും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വമ്പന്മാർക്ക് വേണ്ടി. 5 മാസത്തിനിടെ 100 കിലോയോളം സ്വർണം കടത്തിയെന്നും അന്വേഷണ സംഘം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ സുഹൃത്തും കാർ ഷോപ്പ് ഉടമയുമായ സന്ദീപിന്റെ ഭാര്യ സൗമ്യ കസ്റ്റഡിയിൽ. കൊച്ചിയിൽ സൗമ്യയെ ചോദ്യം ചെയ്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. സന്ദീപ് ഒളിവിൽ. ഏറ്റവും അധികം കോവിഡ് രോഗികളുണ്ടായ ഒരു ദിവസമായി, സ്ഥിരീകരിക്കപ്പെട്ട ദിവസമായി ഇന്ന് മാറുകയാണ്. 301 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിന്റെ വിശദാംശങ്ങളാണ് വന്നു തുടങ്ങുന്നത്. 301 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പ്രതിദിന കണക്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് 301 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വിവരമാണ് ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. 301 പേർക്ക് കോവിഡ്, 107 പേരാണ് രോഗം ഭേദമായത്. VV അരുൺ ചേരുന്നുണ്ട്. 12 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി എന്നതാണ് വന്നിട്ടുള്ളത്. ജില്ല തിരിച്ചുള്ള വിവരങ്ങളും ഒക്കെ അതിലുണ്ട്. അരുൺ, 301 പേർക്ക് വല്ലാതെ കൂടി വരികയാണ്. ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ളൊരു ദിവസമായി, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസമായി ഇന്ന് മാറിയിരിക്കുന്നു. 301 കേസുകൾ. തീർച്ചയായും ശരത്ത്, ഏറ്റവും അധികം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമായി ഇന്ന് മാറിയിരിക്കുന്നു. 301 പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്ന ജില്ല. അവിടെ ഇപ്പോൾ 64 പേർക്ക് ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ മുഖ്യമന്ത്രിയുടെയൊക്കെ യോഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സാഹചര്യം അത്തരത്തിൽ തന്നെയാണ്. 64 പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം ഇന്ന് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യുന്നു. മലപ്പുറത്ത് 46 പേർക്ക്, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 25 പേർക്ക് വീതം, കണ്ണൂരിൽ 22 പേർക്ക്, ഇടുക്കിയിൽ 20 പേർക്ക്, ആലപ്പുഴ 18, കോട്ടയം 17, എറണാകുളത്ത് 16, കോഴിക്കോട് ജില്ലയിൽ 15 പേർക്ക്, വയനാട് 14 പേർ, കൊല്ലത്ത് 8 പേർ, പത്തനംതിട്ട ജില്ലയിലും 7 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. പത്തനംതിട്ടയും ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് പോകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയ ജില്ല കൂടിയാണ്. അത്തരത്തിൽ എല്ലാ ജില്ലകളിലും വലിയ തോതിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ കണക്കുകൾ. ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി KK ശൈലജയാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരുന്നത്. അതുപോലെ ഏറ്റവും അധികം രോഗബാധിതർ പുറത്തുനിന്ന് വന്നവർ, വിദേശരാജ്യങ്ങളിൽ വന്നവർ തന്നെയാണ്. 99 പേർ. മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന 95 പേർക്കും രോഗമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അരുൺ, ഈ സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണല്ലോ. ഇന്നും അത് വല്ലാത്ത നമ്പറാണല്ലോ. തീർച്ചയായും 90 പേർക്ക് സമ്പർക്കത്തിലൂടെ മാത്രം സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിക്കുന്നു. അതിൽ 60 പേരും തിരുവനന്തപുരത്താണ്. നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയുടെ അവസ്ഥ. പൂന്തുറ എന്നൊരു പ്രദേശം ഏറെക്കുറെ കോവിഡിന്റെ പിടിയിൽ പൂർണ്ണമായും അകപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത്തരമൊരു കണക്ക് തന്നെ അവിടെ നിന്ന് വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 60 പേർക്ക് സമ്പർക്കത്തിലൂടെ ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, ഏറ്റവും ആശങ്ക ഉണർത്തുന്ന കണക്ക്. എറണാകുളത്ത് 9 പേർക്കും, മലപ്പുറത്ത് 7 പേർക്കും, കോഴിക്കോട് 5 പേർക്കും ആണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ 2, ഇടുക്കിയിൽ 1 ആരോഗ്യ പ്രവർത്തകയ്ക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സേനാ വിഭാഗങ്ങൾക്ക്, അതായത് BSF ജവാന്മാർക്ക് രോഗം തുടർച്ചയായി കണ്ടുവരുന്നുമുണ്ട്. അതും ഇന്നും 9 പേർക്ക്, തൃശ്ശൂർ ജില്ലയിൽ 9 BSF ജവാന്മാർക്ക്, കണ്ണൂർ ജില്ലയിൽ ഒരാൾ CSFകാരനും 1 DSF ജവാനും, ആലപ്പുഴയിൽ 3 ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസുകാർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ദുബായിൽ നിന്ന് കേരളത്തിലെത്തി മരണപ്പെട്ട കൊല്ലം സ്വദേശി 24 വയസ്സുള്ള മനോജിന്റെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന വിവരവും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പങ്കുവയ്ക്കാനുണ്ട്. ICMR ലാബിലെ പരിശോധനയിലാണ് ഈ രോഗഫലം കോവിഡ് നെഗറ്റീവാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. 107 പേരാണ് ഇന്ന് രോഗമുക്തി നേടി വീടുകളിലേക്ക് മടങ്ങിയത്. ഇതിൽ കൊല്ലത്ത് 23 പേർ, ആലപ്പുഴയിൽ 16 പേരും, എറണാകുളത്ത് 13 പേരും ഉണ്ട്. സമ്പർക്കത്തിലൂടെ ഇത്രയും അധികം പേർക്ക് രോഗം ബാധിച്ചു, 90 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു എന്നതിനാണ് ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന കണക്കുകൾ. 1,85,546 പേർ ഇപ്പോൾ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 3,137 പേർ ആശുപത്രികളിലാണ്. ഇന്ന് മാത്രം 421 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഓഗ്മെന്റൽ സാമ്പിൾ അടക്കമുള്ള സാമ്പിൾ പരിശോധനയും
നടക്കുന്നുണ്ട്. 11,250 സാമ്പിളുകൾ 24 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 4,754 സാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വരാനുണ്ട്. ഇതിന് പുറമെയാണ് സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായുള്ള പരിശോധനകളും 12 പുതിയ ഹോട്ട്സ്പോട്ടുകളും സംസ്ഥാനത്ത് ഇന്ന് പുതുതായി വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാടാണ് കണ്ടെയ്ൻമെന്റ് സോൺ. ആര്യനാട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി മാറിയിരിക്കുന്നു. ആര്യനാട് മറ്റൊരു ആശങ്കയുണർത്തുന്ന പ്രദേശമായി മാറുകയാണ്. തിരുവനന്തപുരത്ത് പൂന്തുറയ്ക്ക് പുറമെ ആര്യനാട് കൂടി അത്തരത്തിൽ ഒരു ആശങ്ക ഉളവാക്കുന്നു. കാരോട്, പാറശാല കാരോട് വാർഡിലെ ഞാൻ മടങ്ങി വരാം. മന്ത്രി വി.എസ്. സുനിൽകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് കൊച്ചിയിൽ. കൊച്ചി പട്ടണത്തില് സ്ഥിതി കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൊച്ചി പട്ടണത്തിനകത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ 26 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് നിലവിലുള്ളത്. അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ആലുവ മുനിസിപ്പാലിറ്റിയിലെ 13 വാർഡുകൾ അന്ന് കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം ചെല്ലാനം പഞ്ചായത്ത് പൂർണ്ണമായിട്ടും, നേരത്തെ 4 വാർഡുകൾ മാത്രമാണ് കണ്ടെയ്ൻമെന്റ് ഉണ്ടായിരുന്നത്, ചെല്ലാനം പഞ്ചായത്ത് പൂർണ്ണമായിട്ടും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റുകയാണ്. അതിന് പുറമെ മരട് മുനിസിപ്പാലിറ്റിയിലെ വാർഡ് ഡിവിഷൻ നമ്പർ 4 കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതിന് പുറമെ ചമ്പക്കര മാർക്കറ്റ് അടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലുവ മാർക്കറ്റ് ഈ വാർഡിലെ ഇപ്പോഴത്തെ കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് തന്നെ ആലുവ മാർക്കറ്റ് പൂർണ്ണമായിട്ട് അടയ്ക്കുകയാണ്. സാധാരണ നിലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉള്ള കർശനമായിട്ടുള്ള വ്യവസ്ഥകളോട് കൂടിയായിരിക്കും ഇവിടെ എല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. എല്ലാവരോടും പറയാനുള്ളത്, ആലുവ മുനിസിപ്പാലിറ്റിയിലെ മറ്റ് പ്രദേശങ്ങളിലുള്ളവരടക്കമുള്ള ആളുകളോട് പറയാനുള്ളത്, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുക. ഒരു കാരണവശാലും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാതിരിക്കുക. ഏതെങ്കിലും തരത്തിൽ പനിയോ അല്ലെങ്കിൽ ചുമയോ ശ്വാസം മുട്ടലോ മറ്റേതെങ്കിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന ആളുകൾ ആവർത്തിച്ച് ജില്ലാ ഭരണകൂടത്തിന് പറയാനുള്ളത്, അത്തരം ആളുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുക, വീട്ടിലുള്ള മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്താതിരിക്കുക. അവർക്ക് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ആശുപത്രിയിലേക്ക് പോകാതിരിക്കുക. അവർ കഴിയാവുന്നതും തൊട്ടടുത്തുള്ള ഡോക്ടറെ വിളിക്കുക, ആശുപത്രിയിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശേഷം മാത്രമേ അവർ മറ്റ് നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ചില തെറ്റിദ്ധാരണകൾ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ടെസ്റ്റുകളും അതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ മൊത്തം അറിയപ്പെടാത്ത, അതായത് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുടെ എണ്ണം 7 പേരെ മാത്രമാണ് ഇനി ബാക്കി നമുക്ക് അൺനോൺ കേസുകളായിട്ട് ഇപ്പോൾ നിലവിലുള്ളൂ. ബാക്കി എല്ലാ കേസുകളും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമ്പർക്ക വ്യാപനം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അറിയപ്പെടാത്ത സമ്പർക്ക വ്യാപനത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു കേസ് സമ്പർക്ക വ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തുണ്ടെങ്കിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വളരെ സ്മാർട്ടായിട്ടുള്ള ഇടപെടലാണ് നടക്കുന്നത്. പോലീസ് അതിൽ വലിയ സഹായം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ അറിയപ്പെടാത്ത കേസുകളുടെ എണ്ണം മനസ്സിലാക്കാനും അവരെവിടെയാണ്, എങ്ങനെ കിട്ടി എന്ന കാര്യത്തെപ്പറ്റി അറിയാൻ ഒരാഴ്ചക്കകത്ത് മിക്കവാറും 90% കേസുകളും തിരിച്ചറിയുന്നുണ്ട്. വളരെ അപൂർവമായ കേസുകൾ 5-10 ദിവസത്തിനകത്ത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അൺനോൺ കേസുകളുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുന്നില്ല, അത് കുറഞ്ഞു വരികയാണ്. എറണാകുളം ജില്ലയിൽ ഇതുവരെ നടത്തിയിരിക്കുന്ന RT-PCR ടെസ്റ്റ് 47,953 ഇതിൽ പോസിറ്റീവായിട്ടുള്ള ടോട്ടൽ നമ്പർ 450 അതിൻ്റെ അർത്ഥം ഇതുവരെ ടെസ്റ്റ് നടത്തിയിട്ടുള്ളതിൽ 0.9% മാത്രമാണ് പോസിറ്റീവ് കേസുകളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ടുള്ള ആളുകൾ അൺനോൺ കേസുകൾ വർദ്ധിച്ചിരിക്കുന്നു, ടെസ്റ്റ് നടത്തുന്നതിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമായ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റ് മാത്രം ദിവസം 1670 മുതൽ 2000 വരെ കേസുകൾ നടത്തുന്നുണ്ട്. അതിന് പുറമെ RT-PCR ടെസ്റ്റ് അടക്കമുള്ള ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്ന 950 കേസുകളാണ്. 950 ടെസ്റ്റുകൾ ദിനം പ്രതി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈവറ്റ് അടക്കമുള്ള കേസുകളായിട്ട് RT-PCR 950 ഇത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ എല്ലാം കൂടി ചേർക്കുകയാണെങ്കിൽ 2500-ലധികം ടെസ്റ്റുകളാണ്
ഒരു ദിവസം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയ നിലയിൽ ടെസ്റ്റ് നടത്തിയിട്ട് പോലും ഇത്രയധികം ആളുകൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടെസ്റ്റിൻ്റെ കുറവുകളില്ല എന്ന് മാത്രമല്ല, വളരെ സഫീഷ്യൻ്റായ നിലയിൽ നടത്തേണ്ട മേഖലയിലെല്ലാം വർദ്ധിപ്പിക്കേണ്ട അടിസ്ഥാനത്തിൽ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. RT-PCR ടെസ്റ്റ് നടത്തേണ്ടടുത്ത് RT-PCR ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഇന്ന് മുതൽ എല്ലാ സർക്കാർ ആശുപത്രികളും ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ കിറ്റുകൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, അവരും ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ കിറ്റുകൾ വാങ്ങി ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ആശുപത്രിയിലാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ പനിയോ ചുമയോ മറ്റ് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന എല്ലാവരെയും ആൻറ്റിജൻ ടെസ്റ്റിന് വിധേയമാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാർ ആശുപത്രികളിലും ഈ കോവിഡ് ഹോസ്പിറ്റൽ അല്ലാത്ത എല്ലാ പെരിഫറി ഹോസ്പിറ്റൽസിലും സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളോട് വരുന്ന എല്ലാ ആളുകളെയും ആൻറ്റിജൻ ടെസ്റ്റിന് വിധേയമാക്കുന്ന സംവിധാനം ഇപ്പോൾ ഇന്ന് മുതൽ പരിപൂർണമായിട്ടും എല്ലാ മേഖലയും നടപ്പാക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടതിൻ്റെ ലക്ഷണം നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയാവുന്ന തരത്തിൽ വളരെ നല്ല നിലയിലുള്ള ഇടപെടൽ നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുകയാണ്. അങ്ങനെ സമൂഹ വ്യാപനത്തിൻ്റെ ഭീഷണി ഇവിടെ ഇല്ല. എന്നാൽ ഒരു കാര്യം ജനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ ആണ്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണോ ഡബിൾ ലോക്ക്ഡൗൺ ആണോ എന്നുള്ളതിൻ്റെ പ്രശ്നം ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള ലോക്ക്ഡൗൺ ആണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. ആ ലോക്ക്ഡൗൺ കർശനമായി തന്നെ നടപ്പാക്കും. പോലീസിൻ്റെയും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ബഹുമാനപ്പെട്ട ജനങ്ങൾ തയ്യാറാകണം. വ്യാപാരികൾ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പല ആളുകളും ഇപ്പോൾ എറണാകുളം മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അതിർത്തിയിൽ വരുന്ന സ്ഥലത്ത് ഇപ്പോൾ മാർക്കറ്റിൽ ഇന്ന് അതിൻ്റെ 7 ദിവസമായി, അതുകൊണ്ട് അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്നും കൂടെ ആ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കോൺടാക്റ്റ് കേസ് പോസിറ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് എറണാകുളം മാർക്കറ്റിൻ്റെ അടച്ച് പൂട്ടിയിരിക്കുന്നത് ഒരാഴ്ച കൂടി അത് നീട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എറണാകുളം മാർക്കറ്റ് തൽക്കാലം തുറക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും അത് നിയന്ത്രണ വിധേയമായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എറണാകുളം മാർക്കറ്റ് തുറക്കുന്നതിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ എറണാകുളം മാർക്കറ്റിൻ്റെ അടച്ചുപൂട്ടിയെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊച്ചി പട്ടണത്തിൻ്റെ എറണാകുളം മാർക്കറ്റ് ഇനിയും തുടർന്നും അത് അവിടെ ലോക്ക്ഡൗൺ ആയിട്ട് കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ ഭാഗമായിട്ട് അവിടെ നിയന്ത്രണങ്ങളുണ്ടാവും. എന്നാൽ മറ്റ് പ്രദേശങ്ങളിൽ കർശനമായ നിലയിൽ തന്നെ നിയന്ത്രണങ്ങളോട് കൂടി തന്നെ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടാവുന്നതാണ്. അപ്പോൾ പൊതു മാർക്കറ്റുകളിൽ ഇപ്പോൾ പല മാർക്കറ്റുകളിലും വലിയ തോതിൽ ആൾക്കൂട്ടം വരുന്നു എന്നുള്ളതിൻ്റെ കാരണത്താലും രോഗവ്യാപന സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചമ്പക്കര മാർക്കറ്റ് നമ്മൾ അടയ്ക്കാൻ തീരുമാനിച്ചു. അതിന് പുറമെ വരാപ്പുഴ മാർക്കറ്റും കൂടെ അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് മന്ത്രി വി എസ് സുനിൽകുമാർ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും നൽകിയത്. വരാപ്പുഴ, ചമ്പക്കര, അതുപോലെ തന്നെ ആലുവ മാർക്കറ്റുകൾ അടയ്ക്കുന്നു. അതീവ ഗുരുതരമായ സാഹചര്യമാണ്. പക്ഷേ സമൂഹ വ്യാപനം, സമ്പർക്ക വ്യാപനം എന്ന നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അതിനെ നിയന്ത്രിക്കാനാവുന്നു. ആ നമ്പറുകൾ കുറഞ്ഞു വരുന്നു എന്ന കാര്യമുണ്ട്. പക്ഷേ ഒരു തരത്തിലും അനാവശ്യമായ ആളുകൾ പുറത്തിറങ്ങരുത്. പൂർണ്ണമായും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണം. ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളോ രോഗലക്ഷണങ്ങളോ ഉള്ള ആളുകൾ വീടുകളിൽ തന്നെ കഴിയുക, പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുക എന്നതുപോലെയുള്ള സാഹചര്യം നേരത്തെ തന്നെ, അത് ഏത് തരം ലോക്ക്ഡൗൺ ആയാലും ഏത് പേരിൽ വിളിച്ചാലും ശക്തമായി തന്നെ ലോക്ക്ഡൗൺ പാലിക്കുക. തിരുവനന്തപുരത്തിന് പിന്നാലെ കൊച്ചിയും അത്തരമൊരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഭീതിക്ക് മുന്നിലാണ് എന്ന പശ്ചാത്തലത്തിൽ കൂടി വേണം മന്ത്രി ഇന്ന് പറഞ്ഞതിനെ കാണാൻ. ഇപ്പോൾ വി അരുൺ തുടരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, 300 കടന്ന് ഒരു ദിവസം പ്രതിദിന കണക്കിൽ കോവിഡ് രോഗികൾ ഉണ്ടായ ആദ്യ ദിവസമാണ് ഈ കോവിഡ് കാലം ഇതുവരെയുള്ളത് പരിശോധിച്ചാൽ 301 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 90 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത് എന്നതും ഏറ്റവും ഭീതിജനകമായ ഒരു വലിയ നമ്പർ തന്നെയാണ് നമ്മുടെ മുമ്പിൽ. അതിൽ തന്നെയും 60 ആളുകൾ തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുകൂടി വരുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച ഈ ആശങ്കകൾക്ക് നടുവിലെ പ്രധാനപ്പെട്ട വിവരങ്ങളല്ലേ ഇന്നത്തേത്? തീർച്ചയായും 60 പേർ തിരുവനന്തപുരത്ത് മാത്രം സമ്പർക്കത്തിലൂടെ രോഗബാധിതരായിരിക്കുന്നു. അതിൽ തിരുവനന്തപുരം ജില്ലയുടെ കൃത്യമായ കണക്കുകൾ വന്നിട്ടില്ല. പക്ഷേ അത് ഏറിയ കൂറും പൂന്തുറയിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പൂന്തുറയിൽ 600 പേർക്ക് കോവിഡ് ടെസ്റ്റ് നടത്തുമ്പോൾ 119 പോസിറ്റീവ് കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ ഉയർന്ന
ടെസ്റ്റിംഗ് പോസിറ്റീവ് റേറ്റ് ആണ്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. ആ ഞാൻ അതില് അരുൺ പറഞ്ഞ തിരുവനന്തപുരത്തിന്റെ മാത്രം വിവരങ്ങളുമായി ശരൺ ചേരുകയാണ്. അരുൺ, ഞാൻ മടങ്ങി വരാം. ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് അത് കേരളത്തിലെ ശരാശരി നിരക്കിനേക്കാൾ എത്രയോ വർദ്ധിച്ച നിലയിലാണ് പൂന്തുറ ഭാഗത്ത് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിലടക്കം ഇന്നിപ്പോൾ അത്തരം നിവേദനങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് വന്നിട്ടുണ്ട്. സ്ഥലം MLA ആയ VS ശിവകുമാർ തന്നെ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അടിയന്തരമായി ഇടപെടണം എന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൻ്റെ ഒരു പകർപ്പ് കണ്ടിരുന്നു. അതിനകത്തുമൊക്കെ ഈ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് സത്യത്തിൽ മറ്റ് ഈ പറഞ്ഞ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലാണ് എന്ന നിലയിലൊക്കെ ആ നിവേദനത്തിൽ വിശദീകരിച്ചിരിക്കുന്നതും കണ്ടു. ഇവിടെ ശരൺ, ജില്ല പൊതുവിൽ നോക്കിയാൽ ഏറ്റവും അപകടകരമായ പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ്? ഈ പറഞ്ഞ കണക്കുകൾ 90 പേർക്ക് സമ്പർക്കത്തിലൂടെ തിരുവനന്തപുരത്ത് രോഗം പകർന്നിട്ടുണ്ട് എന്ന് 60 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ, പ്രദേശങ്ങൾ എങ്ങനെയൊക്കെയാണ്? ശരത്ത്, പ്രദേശങ്ങൾ വേർതിരിച്ചുള്ള വിവരങ്ങൾ നമുക്കിനി ലഭ്യമാകേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ PRD അത് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ ഇന്ന് 64 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 60 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു എന്ന് ആശങ്കാജനകമായ വിവരം കൂടിയാണ്. ഞാൻ വരാം ശരണിലേക്കും വരാം. ഇപ്പോൾ തിരുവനന്തപുരം മേയർ ശ്രീകുമാറാണ് മേയറാണ് ടെലിഫോൺ ലൈനിലുള്ളത്. മേയർ, ഇന്നത്തെ ഈ കണക്കുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ താങ്കൾക്ക് ലഭ്യമായത് എങ്ങനെയാണ്? ആകെ 301. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സങ്കീർണമായ സാഹചര്യമാണ് ഉള്ളത്. സമ്പർക്കത്തിലൂടെ 60ഓളം പേർക്ക് രോഗം പകർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? അല്ല, തിരുവനന്തപുരത്തെ കണക്കുകൾ ഈ നിലയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. കാരണം വളരെ പൂന്തുറ കേന്ദ്രീകരിച്ച് കൃത്യമായ പരിശോധനകൾ കൂടുതലായി നടന്നു വരികയായിരുന്നു. ആ പ്രദേശത്ത് സമ്പർക്കത്തിലൂടെ രോഗം പരന്നതൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധന കഴിഞ്ഞ 5 ദിവസക്കാലമായി കർശനമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. അപ്പൊ അതിൽ സമ്പർക്കത്തിലൂടെ രോഗം പരന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഇന്നത്തെ ഈ 60 മേയർ, തിരുവനന്തപുരത്തെ 60 പേർക്കാണ്, തിരുവനന്തപുരത്ത് 60 പേർക്കാണ് ഇന്നിപ്പോൾ സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത്. പൂന്തുറയിൽ ഇതിൽ തന്നെ എത്രമാത്രം ആളുകളുണ്ട്? അതിന്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ബഹുഭൂരിപക്ഷവും ഈ 60-ൽ ഭൂരിപക്ഷവും പൂന്തുറ പ്രദേശത്തുള്ളവർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചോ, കോർപ്പറേഷൻ പരിധിയിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് പുതിയ കണക്കുകൾ പ്രകാരം വിലയിരുത്തിയാൽ? അല്ല, പൊതുവെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികച്ചും അപകടകരമായ രീതിയിലുള്ള ചില സൂചനകൾ നമുക്ക് വന്നിട്ടുള്ളതാണ്. അത് വെച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളും നടപടികളും പരിശോധനകളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടുപോയത്. അതിന്റെ ഭാഗമായിട്ടാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ തന്നെ ഏർപ്പെടുത്തിയത്. അത് വളരെ ഗൗരവമായിട്ടുള്ളതാണ്. ആ പറയുന്ന കാര്യങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നന്നായി കിട്ടുന്നുണ്ടല്ലോ, ആ സഹകരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഇതിലാണ് ഗവൺമെന്റും നഗരസഭയും ജില്ലാ ഭരണകൂടവും എല്ലാം പറയുന്നത് അപ്പടി ജനങ്ങൾ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ആവശ്യമായി വന്നിട്ടുള്ളത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് കിഴക്കൻ പ്രദേശങ്ങൾ, നെടുമങ്ങാട് അല്ലെങ്കിൽ അരിനാട് പോലുള്ള ഭാഗങ്ങൾ, തീരദേശം, ഇതെല്ലാമാണോ ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിലയിൽ സങ്കീർണമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന മേഖലകൾ? അതെ, അത് നമ്മുടെ തമിഴ്നാടുമായി കണക്ട് ചെയ്തുകൊണ്ട് ബന്ധമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. അതിന്റെ ഭാഗമായി പാറശാല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശം ആരനാട് തുടങ്ങിയ ഭാഗങ്ങളും നമ്മുടെ നഗരത്തിലെ തീരദേശങ്ങളും, അത് പ്രത്യേകിച്ച് പൂന്തുറ, ആ പൂന്തുറ കേന്ദ്രീകരിച്ച് നമുക്കറിയാമല്ലോ, കുമരിച്ചന്ത കേന്ദ്രീകരിച്ചൊരു ആള് കന്യാകുമാരിയിൽ നിന്ന് മത്സ്യം വാങ്ങി വിൽക്കുന്ന ആളാണ് ഇതിന്റെ തുടക്കമായി വന്നിട്ടുള്ളത്. അതിൽ നിന്നുള്ള വ്യാപനമാണ് സമ്പർക്കത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ആ സമ്പർക്കത്തിലൂടെ വന്നിട്ടുള്ള എണ്ണമാണ് ഇത്രയും കൂടുതലായി ആ മേഖലയിൽ വന്നിട്ടുള്ളത്. അതാണ് സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമായി ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുന്നത്. ഈ നഗരത്തിന്റെ ഈ പറഞ്ഞ തീരദേശ മേഖലയ്ക്ക് ഇപ്പോൾ നമ്മൾ കൂടുതലായി എടുത്തിട്ടുള്ള കടുത്ത ജാഗ്രതാ നടപടികൾ, ടെസ്റ്റുകൾ കൂട്ടിയിട്ടുണ്ടോ? ഡോർ ടു ഡോർ ടെസ്റ്റ് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടോ? അത്തരത്തിലേക്കുള്ള ഈ ഉദ്യോഗസ്ഥ വിന്യാസം, പോലീസിന്റെ സംവിധാനങ്ങൾ, ഇതെല്ലാം പ്രത്യേകമായി തന്നെ തീരമേഖലയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിച്ച സമയത്ത് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമാക്കിയിട്ടുണ്ട്. നഗരത്തിൽ
പ്രത്യേകിച്ച് തീരദേശം വരുന്ന സ്ഥലങ്ങളിൽ പരിശോധനകൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വളരെ വിലപ്പെടുത്തിയിട്ടുണ്ട്. മേയർ ഒന്ന് തുടരണം, ഒരല്പസമയം കൂടി തുടരണം. താങ്കളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ വി എസ് ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രി MLA ചേരുന്നുണ്ട്. ശ്രീ ശിവകുമാർ, താങ്കൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു നിവേദനം നൽകിയിരുന്നു. ടെസ്റ്റ് കൂട്ടേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഒരു ഡോർ ടു ഡോർ ടെസ്റ്റ് പൂന്തറ പോലെ നഗരത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും തീരമേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തമായി ഉണ്ടാവണം എന്നുള്ളതാണോ മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിലടക്കം താങ്കൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? തീർച്ചയായിട്ടും നമുക്ക് ഈ പൂന്തറയിൽ ഇന്നിപ്പോ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഈ രോഗവ്യാപനം. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റുകൾ സമയബന്ധിതമായി നടത്തി റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടുണ്ടായ സാഹചര്യമാണ്. അതിനെക്കുറിച്ച് ഈ റിസൾട്ട് വൈകുന്നതല്ലേ? അതെ, റിസൾട്ട് വൈകുന്നതിനാൽ ഇപ്പം ജൂലൈ മാസം 2-ാം തീയതിയാണ് ആ മത്സ്യ വിൽപ്പനക്കാരിൽ നിന്ന് ഈ രോഗം ഇവിടെ പകർന്നത്. പക്ഷെ ആ കോണ്ടാക്ട് ലിസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രൈമറി കോണ്ടാക്ട്, സെക്കൻഡറി കോണ്ടാക്ട്, അത് യഥാർത്ഥത്തിൽ ഇന്നലെ ആണത് ടെസ്റ്റ് ചെയ്ത് തീർന്നത്. അത് എത്ര ദിവസം പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവര് ആ പ്രദേശങ്ങളിലെല്ലാം ആ തീരദേശമാണ്, നമുക്ക് ആരും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വരുന്നത് വരെ ഇങ്ങനെ രോഗവ്യാപനത്തിന്റെ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ സഞ്ചാരം അനുസരിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. അതാണ് ഇത്രയും ഇവിടെ കൂടാൻ കാരണം. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് യഥാർത്ഥത്തിൽ ഒരു ദിവസം 2000 ടെസ്റ്റെങ്കിലും കുറഞ്ഞത് നടത്തണം. കാരണം ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയി, ആളുകളെല്ലാം വീടിനകത്താണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇന്നലെ മുതൽ ഇപ്പൊ രാവിലെ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണി ഞാൻ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്ന അത് കഴിഞ്ഞിട്ട് തന്നെ വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തു. കമാൻഡേഴ്സിനെ നിയമിച്ചു. ഇവിടെ നമ്മുടെ പിന്നെ കോർപ്പറേഷൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് വൈകിട്ട് ഇപ്പം കടകംപള്ളിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോ യോഗം കഴിഞ്ഞതേ ഉള്ളൂ. കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളത്. മനസ്സിലായി. ഇപ്പോൾ ശ്രീ ശിവകുമാർ, താങ്കൾ പറഞ്ഞതുപോലെ മേയർ ശ്രീകുമാർ താങ്കൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ വൈകുന്നു. ഈ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ മത്സ്യവില്പനക്കാരന് അല്ലെങ്കിൽ മത്സ്യവ്യാപാരിക്ക് രോഗം സ്ഥിരീകരിച്ച ശേഷം ഈ പ്രൈമറി കോണ്ടാക്റ്റിലെ ടെസ്റ്റുകൾ തീർന്നത് ഇന്നലെയാണ് എന്ന് പറയുന്നു. ഈ മണിക്കൂറുകളുണ്ട്, ഏതാണ്ട് ഒരു 72 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രൈമറി കോണ്ടാക്റ്റിലുള്ളവരെയൊക്കെ നമ്മൾക്ക് ക്വാറന്റൈൻ ചെയ്യാൻ കഴിയേണ്ടതാണ് എന്ന പോലെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടെസ്റ്റ് റിസൾട്ട് വരാൻ വൈകുന്നു, അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാലതാമസം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണോ അദ്ദേഹം പറഞ്ഞതുപോലെ? അല്ല, അതിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ നമ്മുടെ ഈ കുമരിച്ചന്തയിലെ മത്സ്യ വ്യാപാരിയുമായി ബന്ധപ്പെട്ട പിന്നെ രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യതയോടെ അവിടെ മെഡിക്കൽ ടീമിന്റെ പരിശോധനകൾ ആരംഭിച്ചതാണ്. ആ പരിശോധനകളുടെ ഫലമായിട്ടാണ് ഇന്ന് 6 ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് അവിടെ പരിശോധന നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിനുമില്ല. പക്ഷേ ഈ സാഹചര്യത്തിനനുസരിച്ച് ആരുടെയും കുറ്റമല്ല, പക്ഷേ ഈ സാഹചര്യത്തിനനുസരിച്ച് റിസൾട്ടുകൾ വേഗത്തിൽ കിട്ടാനും അതിനനുസരിച്ച് നമ്മുടെ ക്രമീകരണങ്ങൾ കുറെ കൂടി വേഗത്തിലാക്കാനും വേണ്ട ഒരു അടിയന്തര സാഹചര്യം പൂന്തുറ അടക്കമുള്ള തീരദേശ മേഖല നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട് എന്നാണ് അദ്ദേഹവും പൊതുവിലും എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ അല്ലല്ലോ. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 ദിവസക്കാലമായി അവിടുത്തെ 600 ആളുകളെ പരിശോധിച്ചപ്പോൾ അതിലാണ് 129 പേരുടെ പിന്നെ പോസിറ്റീവായിട്ടുള്ള നമ്പർ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പരിശോധന കൃത്യമായി 600 ആളുകളിൽ പരിശോധന നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ പോസിറ്റീവ് കേസുകൾ ഇന്ന് 60 കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേയർ അദ്ദേഹം പറഞ്ഞു പരിശോധന നടക്കുന്നില്ല എന്നല്ല, പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശോധനയുടെ റിസൾട്ട് വൈകുന്നത് എന്താണ് എനിക്ക് പറയാനുള്ള അവസരം നിങ്ങൾ തരിക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സംസാരിച്ചോ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ 60 കേസ് എങ്ങനെ ഉണ്ടായി? ഇന്നലെയുള്ള ഇന്നലെ ഇതിന്റെ പരിശോധനാ റിസൾട്ട് 28 എങ്ങനെ ഉണ്ടായി? അപ്പൊ കൃത്യമായി റിസൾട്ട് വരുന്നതിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ് അത് വരുന്നത്. അപ്പൊ പരിശോധന കഴിഞ്ഞ 5 ദിവസക്കാലമായി പരിശോധന കൃത്യമായി നടക്കുന്നു. റിസൾട്ടും ആ രൂപത്തിൽ വരുന്നതിന്റെ തെളിവാണ് പൂന്തറ പ്രദേശത്ത് സമ്പർക്കത്തിലൂടെ ഇത്രയും ആളുകളുടെ രോഗം നമുക്ക് പോസിറ്റീവായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതാണല്ലോ. അപ്പൊ അത് കൃത്യമായി പരിശോധനയും നടക്കുന്നുണ്ട്, റിസൾട്ടും വരുന്നുണ്ട്. അത് ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് കുറെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനം ആളുകൾ വീട്ടിൽ കഴിയണമെന്നുള്ളതാണ്. ആ കഴിയണമെന്നുള്ളതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്, ക്രമീകരണമാണ് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ കർശനമായി തന്നെ ഗവൺമെന്റ് പോലീസിനെയും
അതുപോലെ തന്നെ കോസ്റ്റൽ സെക്യൂരിറ്റി, പിന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് ഫോഴ്സിനെയും എല്ലാം ചുമതലപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ DCPയുടെയും കമ്മീഷണറുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ശാരീരിക അകലം പാലിക്കുവാനുള്ള വർക്കുകൾ അതവിടുത്തെ പ്രധാനപ്പെട്ട 2 പിന്നെ മത അധ്യക്ഷന്മാരോട് അവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളോട് ഏതായാലും ഇപ്പോൾ മേയറും അതുപോലെ തന്നെ MLA ശിവകുമാറും ഒക്കെ പറയുന്നത് പോലെയുള്ള ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കി വരുന്ന ക്രമീകരണങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി അതിസങ്കീർണമാകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ 2 പേരെയും പ്രത്യേകമായി തന്നെ വിളിച്ചത്. അതിനനുസരിച്ചുള്ള നടപടികൾ തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയിൽ നടത്തി വരികയാണ്. അതിൻ്റെ നടപടികളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 2 പേരും സൂചിപ്പിച്ചത്. സങ്കീർണമായൊരു സാഹചര്യം തിരുവനന്തപുരത്ത് ജില്ലയിലാകെ, വിശേഷിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ തീരമേഖലയിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് തെളിയുന്നത്. വാർത്തകൾ വേഗത്തിൽ തുടരുകയാണ്. ഇനി ജില്ല തിരിച്ചുള്ള ഇന്നത്തെ കോവിഡ് രോഗികളുടെ എണ്ണം സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് പോകാം. ആകെ 301 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ കണക്കാണ് ഇതുവരെയുള്ള ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ വന്നിട്ടുള്ളത്. 90 പേർക്ക് സമ്പർക്കത്തിലൂടെ 301-ൽ 90 പേരും സമ്പർക്കത്തിലൂടെ രോഗബാധിതരായി മാറിയതാണ് എന്നുള്ളതാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കാർഡിൽ ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. അനുമോദാണ് ഇപ്പോൾ മലപ്പുറത്തു നിന്നും ചേരുന്നത്. അനുമോദ്, മലപ്പുറത്ത് നിന്ന് എത്രയാണ്? 46? ശരത്, 46 പേർക്ക് ഇന്ന് മലപ്പുറത്ത് COVID-19 സ്ഥിരീകരിച്ചു. 7 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 6 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 33 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഇതിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേർ പൊന്നാനി താലൂക്ക് മേഖലയിൽ ഉള്ളവരാണ്. 2 പേർ പരപ്പനങ്ങാടിയിലുള്ളവരാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പരപ്പനങ്ങാടി മേഖലയിലും സമ്പർക്കത്തിലൂടെ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നമുക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പരപ്പനങ്ങാടിയിലെ കോവിഡ് കെയർ സെന്ററിലെ വളണ്ടിയറായ 47-കാരനാണ് ഇതിൽ ഒരാൾ. അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിലെത്തിയ നാടോടിയായ ഒരു 60 വയസ്സുകാരിയുണ്ട്. പൊന്നാനിയിലെ കേബിൾ ഓപ്പറേറ്റർമാർ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടപ്പാൾ ആശുപത്രിയുമായി സമ്പർക്കത്തിലായ മാറഞ്ചേരിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേർ നിലമ്പൂർ സ്വദേശികളാണ്. അതിലൊരാൾ കാളികാവും മറ്റൊരാൾ കവളക്കല്ല് സ്വദേശിനിയുമാണ്. ഇത്തരത്തിലാണ് സമ്പർക്കത്തിലുള്ള രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള വിശദാംശങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പേർക്ക് ആന്റിജൻ പരിശോധനയിൽ ഫലം പോസിറ്റീവായിട്ട് സാഹചര്യമുണ്ട്. തിരൂരങ്ങാടിയിൽ ഇത്തരത്തിലൊരു ഫലം പോസിറ്റീവായതിനെ തുടർന്ന് നഗരസഭ അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഈ റിലീസിൽ അത്തരം വിശദാംശങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ കൂടി വരും ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കുക. അനുമോദാണ് മലപ്പുറത്തെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ വിവരങ്ങളുമായി സുവി ചേരുന്നുണ്ട്. സുവി വിശ്വനാഥൻ. സുവി, ഇന്ന് 25 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തൃശ്ശൂർ ജില്ലയിൽ. ഇന്നലെ എത്രയായിരുന്നു? ആ 25 ആളുകൾ അത് ജില്ലയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ്? സംബന്ധിച്ച് പ്രത്യേകമായി വന്നിട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരത്, ഇന്നലെ 10 പേർക്കാണ് തൃശൂർ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത് എങ്കിൽ ഇന്ന് 25 പേർക്കാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറെ ശ്രദ്ധേയം 6 BSF ജവാന്മാർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഒപ്പം തന്നെ ഇവരിൽ നിന്ന് 3 പേരിലേക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടാവുകയും ചെയ്തു. അത് BSFിൽ തന്നെയുള്ള ജവാനല്ല, അയാൾ BSFിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഒന്ന്. മറ്റ് ഒരു BSF ജവാന്റെ ഭാര്യയും മകൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നും ഒപ്പം തന്നെ തിരുവനന്തപുരം, മധ്യപ്രദേശ്, കാൺപൂർ, ജയ്പൂർ, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്ന് വന്ന BSF ജവാന്മാർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തൃശൂർ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച BSF ജവാന്മാരുടെ എണ്ണം 12ആയി മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 300ഓളം പേർ ഈ ക്യാമ്പിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ക്യാമ്പിൽ ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അകത്തുനിന്നും പുറത്തുനിന്നും ആളുകളെ കയറ്റുന്നതിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നാളെ മുതൽ ഈ BSF ക്യാമ്പിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ആന്റിജൻ പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്, ആരോഗ്യവകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ സംശയാസ്പദമായി തോന്നുന്ന ആളുകൾക്ക് PCR ടെസ്റ്റ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഇന്ന് രോഗം സ്ഥിരീകരിച്ച ബാക്കി എല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഇവരെല്ലാം തന്നെ ഹോം ക്വാറന്റൈനിലും മറ്റുമായിരുന്നു. അവരെല്ലാം തന്നെ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റ് കോവിഡ് കെയർ ആശുപത്രികളിലേക്കും മാറ്റും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ശരി സുവി. ഇപ്പോൾ പ്രസാദ് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. പ്രസാദ്, തൃശ്ശൂരിൽ ഇന്നലെ 10 കേസായിരുന്നുവെങ്കിൽ 25 കേസായി ഇന്നത് വർദ്ധിച്ചിട്ടുണ്ട്. 25 രോഗികൾ തന്നെയാണ് ഇന്ന് പാലക്കാട് ജില്ലയിലും. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ്?
ശരത്ത്, ഇന്ന് പാലക്കാട് രോഗം സ്ഥിരീകരിച്ച 25 പേരിൽ 14 പേരും വെസ്റ്റ് ബംഗാൾ അതിഥി തൊഴിലാളികളാണ്. മറ്റെല്ലാം തന്നെ വിദേശത്ത് നിന്ന് വന്ന ആളുകളാണ്. ഇതിൽ അതിഥി തൊഴിലാളികളിൽ വെസ്റ്റ് ബംഗാൾ മാൾഡയിൽ നിന്നും ജൂൺ 19 ഇവിടെ ടവറിന്റെ നിർമ്മാണത്തിനായി വന്നിട്ടുള്ളതാണ്. പവർ ഗ്രിഡിലെ ജോലിക്കാരാണ് ഇവർ. പക്ഷേ ജൂൺ 19 വരികയും വാളയാർ വഴിയാണ് ഇവർ വന്നിട്ടുള്ളത്. പക്ഷേ പിന്നീട് വണ്ടിത്താവളത്തിന് സമീപമുള്ള ഒരു ക്യാമ്പിൽ ഇവർ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇതിൽ 20 പേരുടെ സാമ്പിൾ ആണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിട്ടുള്ളത്. അതിലാണ് 14 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് 21 പേരുടെ പരിശോധനാ ഫലം ഇനി വരാനുണ്ട്. അത് അടുത്ത ദിവസം തന്നെ ഇത് ലഭിക്കും എന്നുള്ളതാണ് കരുതുന്നത്. മറ്റൊന്ന്, രോഗം സ്ഥിരീകരിച്ച ഇന്നതിൽ 10 മാസം പ്രായമുള്ള കുഞ്ഞും 3 വയസ്സ് പ്രായമുള്ള കുട്ടിയും ഉൾപ്പെടെ ആണ് ഇന്ന് ഈ 25 പേരിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശരി പ്രസാദ്, ഏറ്റവും സങ്കീർണമായ സാഹചര്യം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇന്ന് ഈ 301-ൽ 64 പേരും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവരാണ്. അതിലേറെയും തീരമേഖലയാണ്, പൂന്തുറ ഉൾപ്പെടുന്ന മേഖലയാണ് എന്നതുകൂടിയാണ്. തിരുവനന്തപുരത്ത് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത് 60 പേർക്കാണ്. അവിടെ പൂന്തുറയിൽ കമാൻഡോ വിന്യാസം നേരത്തെ തീരുമാനിച്ചതാണ്. നേരത്തെ മേയറും വി എസ് ശിവകുമാറും എല്ലാം അത് സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ആ നിലയിൽ വളരെ ശക്തമായ നടപടികളിലേക്ക് പോവുകയാണ്. ശരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരൺ, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഭിന്നമായി തീരം മേഖലയിൽ ഇപ്പോൾ കമാൻഡോ വിന്യാസം കൂടി ശക്തമാക്കി. ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി തന്നെ ഈ സമൂഹ വ്യാപനത്തെ തടഞ്ഞു മുന്നോട്ട് പോകാനാണോ നടപടികൾ നടന്നു വരുന്നത്? അതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണോ വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ശരത്ത്, സമൂഹ വ്യാപനത്തെ തടയുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പൂന്തുറയിൽ കമാൻഡുകളടക്കം വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ പൂന്തുറ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയും അവിടെ കർശന നിയന്ത്രണങ്ങൾ. ശരൺ, ഞാനിപ്പോൾ കാണുന്നത് അത് തന്നെയാണ്. പൂന്തുറയിൽ കമാൻഡോകളെ വിന്യസിച്ചിരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശരൺ, ഒരു ദൃശ്യം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും അത് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളാണ് ചോദിച്ചത്. ഈ കാണുന്നതിന്റെ വിശദാംശങ്ങളാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചു വന്നത് തന്നെയാണ്. പൂന്തുറയിൽ 160 പേരുടെ സാമ്പിളുകളാണ് നേരത്തെ പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. അതിൽ 119 പേരുടെ സാമ്പിളുകൾ പോസിറ്റീവ് ആയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത്. ഏതായാലും അതുകൊണ്ട് കൂടിയാണ് ഈ 60 പേര് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുമ്പോൾ കൂടുതൽ ആളുകളും ഭൂരിഭാഗം ആളുകളും പൂന്തുറയിൽ നിന്നാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഏതായാലും ഈ പ്രദേശങ്ങൾ വേർതിരിച്ചുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പിയാതി ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ നഗരത്തിൽ മാത്രമായിരുന്നു പ്രതിസന്ധി എന്നുണ്ടെങ്കിൽ പിന്നീട് റൂറൽ മേഖലകളിലേക്ക് കൂടി സമ്പർക്കത്തിലൂടെ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ ആദ്യഘട്ടത്തിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുകയും ഇതോടൊപ്പം തന്നെ ഉറവിടം അറിയാത്ത കേസുകൾ കൂടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പാറശാല, ആര്യനാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ഇതോടൊപ്പം തന്നെ ഉറവിടം അറിയാത്ത കേസുകൾ കൂടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ ജില്ലയിൽ മൊത്തത്തിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതലായി വേണ്ടിവരുമോ എന്നടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇന്നലെ 54 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. അതിൽ 42 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗബാധിതർ ആയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 26 പേർക്ക് പൂന്തുറയിൽ നിന്നാണ് രോഗം, പൂന്തുറ സ്വദേശികളായ 26 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് 60 എന്നുള്ള കണക്കിലേക്ക് ഇത് മാറുമ്പോൾ ഇന്നലെ 42 ആയിരുന്നു സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച ആളുകളുടെ എണ്ണമെങ്കിൽ ഇന്ന് അത് 60ലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൂന്തുറയിൽ നിന്ന് തന്നെയായിരിക്കണം കൂടുതൽ രോഗികൾ ഇന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് ജില്ലയിൽ 64 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ. അതിൽ 60 പേർക്ക് സമ്പർക്കത്തിലൂടെ തന്നെ രോഗം പകർന്നു എന്ന ഏറ്റവും സങ്കീർണമായ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചും ജില്ലയെ സംബന്ധിച്ചും നിൽക്കുന്നത്. ഇന്ന് സ്ഥിരീകരിച്ചത് 64 പേർക്കാണ് കോവിഡ്. സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത് തിരുവനന്തപുരം ജില്ലയിൽ 60 പേർക്ക്. 64-ൽ 60 പേരും സമ്പർക്കത്തിലൂടെയാണ് എന്ന് വേണം അതിലൂടെ മനസ്സിലാക്കാൻ. ഇന്ന് വന്ന വിശദാംശങ്ങളിൽ നിന്ന്. അതുപോലെ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ശരണ്യ ചേരുന്നു. ശരണ്യ, ഇന്ന് 18 പേർക്കാണല്ലേ ആലപ്പുഴ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്? സമ്പർക്കത്തിലൂടെ ഈ 18-ൽ 3 പേർക്ക് സമ്പർക്കത്തിലൂടെയും. ഇതാണോ വന്ന കണക്കുകളിലുള്ളത്?
തീർച്ചയായും ശരത്ത്, ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 18 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 5 പേർ വിദേശത്തു നിന്നും 4 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 6 പേർ ITBP-യിലെ ഉദ്യോഗസ്ഥരായ നൂർനാട് ITBP-യിലെ 6 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 3 പേർക്കാണ് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസം കൊറത്തിക്കാട് സ്വദേശിയായ മത്സ്യവില്പന നടത്തുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും ഒപ്പം തന്നെ ഒരു സുഹൃത്തിനുമാണ് 3 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം നൂർനാട് ITBP-യിലെ ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും അവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുകയും ആളുകളുമായിരുന്നു. തുടർന്ന് വേറെ 6 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം തീർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവർ സന്ദർശിച്ച കടകളടക്കമുള്ള ഭാഗങ്ങളിലേക്ക് നിർദ്ദേശം കൊടുക്കുകയും അടിയന്തരമായ ആളുകൾ ഈ കടകൾ സന്ദർശിച്ചിട്ടുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി കായംകുളം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കായംകുളം നഗരമടക്കം ഇപ്പോൾ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉറവിടമറിയാത്ത കേസുകൾ നിരവധി ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അടിസ്ഥാനത്തിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളും തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്ന ഒരു സാഹചര്യമാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും 221 പേരാണ് ആലപ്പുഴ ജില്ലക്കാരായി വിവിധയിടങ്ങളിലായി ചികിത്സയിലുള്ളത്. ഒപ്പം തന്നെ ധാരാളം പേർ ഇന്നും ജില്ലയിൽ 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആവുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെയുണ്ട്. ശരത്, ശരണ്യാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഇന്ന് 300 കടന്ന് 301 കേസുകളാണ് എത്തിയിട്ടുള്ളത്. COVID-19 സ്ഥിരീകരിച്ചത് 301 പേരിലാണ്. സംസ്ഥാനത്ത് 300-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. പ്രതിദിന കണക്കിൽ പൂന്തുറയിൽ നേരത്തെ ശരൺ സൂചിപ്പിച്ചതുപോലെയുള്ള കമാൻഡോ വിന്യാസത്തിൻ്റെ ദൃശ്യങ്ങൾ വരികയാണ്. കോവിഡ് പ്രതിരോധത്തിൻ്റെ അതിസങ്കീർണമായ അടുത്തൊരു ഘട്ടത്തിലൂടെ കേരളം കടന്നു പോവുകയാണ്. വിശേഷിച്ച് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ തീരമേഖല പൂന്തുറയിൽ ആ നിലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണും അതോടൊപ്പം തന്നെ അത് കർക്കശമായി സമൂഹ വ്യാപനം അത് കർശനമായി തടയുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. ടെസ്റ്റ് വ്യാപകമാക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ആ നിലയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാറന്റൈൻ നടപടികൾ ശക്തമാക്കുന്നു. അതുപോലെ കമാൻഡോ വിന്യാസം ശക്തമാക്കുകയാണ് തീരമേഖലയിൽ. ആരും വീടിന് പുറത്ത് ഇറങ്ങരുത്, വളരെ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. ആ നിലയിൽ ഇപ്പോൾ അത് പാലിച്ചു വരുന്ന തീരമേഖലയെ അത് കർക്കശമായി നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് കമാൻഡോ സംഘത്തെ തന്നെ അത് ഏൽപ്പിക്കുന്നത്. അതനുസരിച്ച് ഈ സംഘത്തെ വിവിധ മേഖലകളിലേക്ക് വിന്യസിക്കും. തീരമേഖലയുടെ വിവിധ മേഖലകളിലേക്ക് വിന്യസിക്കും. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും മറ്റുമായി അവർ പൂന്തുറയിൽ അടക്കം വിന്യസിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഓരോ ജില്ലയിലെയും കണക്ക് നോക്കാം. ഇന്ന് എത്ര രോഗികൾ എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ല ഇന്ന് 64 രോഗികൾ, അങ്ങനെ ആകെ 410. കൊല്ലത്ത് 8 രോഗികൾ, 434 രോഗികൾ ആകെ 399. അതിൽ 7 പേരാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് രോഗബാധിതരായത്. ആലപ്പുഴയിൽ 18 പേര്, ആകെ 429. കോട്ടയം ജില്ലയിൽ ഇന്ന് 17 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ രോഗികളുടെ എണ്ണം 287. ഇടുക്കി ജില്ലയിലേക്ക് പോയാൽ ഇന്ന് 20 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ 155 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എറണാകുളം ജില്ലയിൽ ഇന്ന് 16 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ 376 പേർ ചികിത്സയിൽ. തൃശ്ശൂരിൽ 25, ഇന്നലെ 10 രോഗികളായിരുന്നു. ഇന്നത് 25ആയി വർദ്ധിച്ചു. ആകെ 540 പേരാണിപ്പോൾ ചികിത്സയിലുള്ളത് തൃശ്ശൂർ ജില്ലയിൽ. പാലക്കാട്ടും ഇന്ന് 25 രോഗികളാണ് ഉള്ളത്. 698 പേരാണ് ജില്ലയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. മലപ്പുറത്ത് ഇന്ന് 46 രോഗികൾ. വളരെ പ്രധാനപ്പെട്ട നിലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്ന പല പ്രദേശങ്ങൾ, സമൂഹ വ്യാപനത്തിൻ്റെതായ പ്രശ്നം, ഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ മലപ്പുറം ജില്ലയിൽ പലയിടത്തുമുണ്ട്. പൊന്നാനിയും അതുപോലെ തന്നെ താനൂരും അടക്കമുള്ള പല ഭാഗങ്ങളും, പരപ്പനങ്ങാടി അടക്കം. ഇന്ന് 46 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ 791 പേർ ജില്ലയിൽ ചികിത്സയിലാണ്. കോഴിക്കോട്ട് 15 പേരാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ആകെ 362 പേരാണിപ്പോൾ ചികിത്സയിലുള്ളത്. വയനാട്ടിൽ ഇന്ന് 14 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആകെ 133 പേർ ചികിത്സയിലാണ്. കണ്ണൂരിൽ 22, ചികിത്സയിൽ 643. കാസർഗോഡ് 4 കേസുകൾ മാത്രമാണ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ 538 ആളുകൾ ചികിത്സയിലുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള എല്ലാ ജില്ലകളുടെയും ഇന്നത്തെ കണക്ക് അനുസരിച്ചുള്ളത്. അങ്ങനെ കോവിഡ് ബാധിതർ ആകെ 5894. ഓരോ ജില്ലയിലും
ഇപ്പോൾ തിരുവനന്തപുരം നോക്കിയാൽ 410 പേരാണ് ചികിത്സയിലുള്ളത്. കാസർഗോട്ടേക്ക് വരുമ്പോൾ അത് 538 ആകുന്നു. അങ്ങനെ ഓരോ ജില്ലയിലും എത്രമാത്രം കോവിഡ് രോഗികളുണ്ട് എന്നതിൻ്റെ ആകെ കണക്കാണ് സ്ക്രീനിൽ കാണുന്നത്. 5894 പേർ. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. സ്വർണ്ണക്കടത്തിൽ കണ്ണികൾ ആരൊക്കെ? സ്വർണ്ണക്കടത്ത് കേസിൽ വർക്ക്ഷോപ്പ് ഉടമ സന്ദീപ് നായരുടെ ഭാര്യ സൗമ്യയെ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായി. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. സന്ദീപ് ഇടയ്ക്കിടെ ദുബായ് യാത്ര നടത്താറുണ്ടായിരുന്നുവെന്ന് സൗമ്യ മൊഴി നൽകിയിട്ടുണ്ട്. യാത്രകൾ സ്വർണം കടത്താനായിരുന്നോ എന്ന് അറിയില്ല. സന്ദീപിന് സ്വപ്നയുമായും സരിത്തുമായും അടുപ്പമുണ്ടായിരുന്നുവെന്നും സൗമ്യ മൊഴി നൽകി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, രാവിലെയാണ് ഇവരെ കൊച്ചിയിലെത്തിച്ചത് ചോദ്യം ചെയ്യലിനായി. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? അതിൽ നിന്ന് വന്നിട്ടുള്ള വിവരങ്ങളാണോ മുമ്പ് ഞാൻ പറഞ്ഞതിലുള്ളത്? ശരത്ത്, ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം സൗമ്യയെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. അതായത് കേസുമായി ബന്ധപ്പെട്ട് സൗമ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, സൗമ്യ കേസിൽ പ്രതിയായി ചേർത്തിട്ടില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ ഈ കസ്റ്റംസ് ഓഫീസിൽ നിന്നും വാഹനത്തിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ അവരെ പിന്തുടരുകയുണ്ടായി. കടവന്ത്ര ഭാഗത്തേക്ക് മയൂർ വിഹാർ ഭാഗം, അതായത് ജഡ്ജി താമസിക്കുന്ന വീടിൻ്റെ ആ ഭാഗത്തേക്കാണ് ആദ്യം പോയത്. നമ്മൾ പിന്നാലെ പോയെങ്കിലും പിന്നീട് പോലീസ് തടഞ്ഞതിനാൽ നമുക്ക് പുറകെ പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അവിടെ നിന്നും ദിശ തിരിഞ്ഞ കസ്റ്റംസ് സംഘം ഇവരുമായി തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അപ്പോൾ ഈ സൗമ്യയായിട്ട് പോയ വാഹനം ഇതിനകം കസ്റ്റംസ് ഓഫീസിൽ തിരിച്ചെത്തി ഉദ്യോഗസ്ഥരും മടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നേരത്തെ നിർണായകമായ പല കാര്യങ്ങളും സൗമ്യയിൽ നിന്നും കസ്റ്റംസിന് ഇതിനകത്ത് അനീഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സന്ദീപിന് ഈ പറഞ്ഞ സ്വപ്നയുമായും സരിത്തുമായിട്ടൊക്കെയുള്ള ബന്ധം, അതിൻ്റെ വിശദാംശങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിശ്ചയമായും ഇവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അവർ തമ്മിലുള്ള അടുപ്പം, ദുബായ് യാത്ര, അത്തരം കാര്യങ്ങളൊക്കെ. തീർച്ചയായും അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് കസ്റ്റംസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് സരിത്തും സ്വപ്നയും സന്ദീപ് നായരും എന്ന് ഭാര്യ സൗമ്യ മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഈ വർഷം തന്നെ 4 തവണയോളം ദുബായിൽ പോയി സന്ദീപ് മടങ്ങിയിരുന്നു എന്നും പറഞ്ഞു. ദുബായ് യാത്ര പലപ്പോഴും പതിവായി നടത്തുകയും പതിവായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ സന്ദീപ് പോയത് എന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായ ഒരു അറിവും ഇല്ല എന്ന് സൗമ്യ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും വ്യാപാര പങ്കാളികളാണ് സന്ദീപും സ്വപ്നയും എന്ന കാര്യത്തിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള മൊഴി നൽകിയിട്ടുണ്ട്. ശരി അനീഷ്, കൊച്ചിയിൽ നിന്ന് അനീഷാണ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. മന്ത്രി കടകംപള്ളി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തിരുവനന്തപുരത്ത്. തൊട്ടടുത്ത് തന്നെയുള്ള മുട്ടത്തറ, ഭീമാപള്ളി ഈസ്റ്റ്, ഭീമാപള്ളി വലിയതുറ എന്നിവിടങ്ങളും ജാഗ്രതയോടുകൂടി നാം കാണേണ്ട സ്ഥലങ്ങളാണ്. ഡെൻസിറ്റി പോപ്പുലേഷൻ നമ്മുടെ ജില്ലയിൽ വലിയ തോതിലുള്ള പ്രദേശങ്ങളാണിവ. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പൂന്തുറയിലും മാണിക്യവിളാകം, പുത്തൻപള്ളി പ്രദേശങ്ങളിൽ നിന്നാണ്. പൊതുവെ പോസ്റ്റ് ഓഫീസ് പൂന്തുറ ആയതുകൊണ്ട് എല്ലാം പൂന്തുറ എന്നുള്ള പേരിലാണ് വരുന്നത്. ഈ പ്രദേശങ്ങളിലെ ലോക്ക്ഡൗൺ കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് ഇന്നിപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. DCP ദിവ്യ, അസിസ്റ്റന്റ് കമ്മീഷണർ ഐശ്വര്യ ഇവിടെ നേതൃത്വത്തിലാണ് പോലീസിൻ്റെ കർശനമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ADGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇവയ്ക്ക് മേൽനോട്ടം വഹിക്കും. പൂന്തുറയിൽ ഇതിനകം തന്നെ കമാൻഡോകളെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. SAPയിലെ കമാൻഡ് ഇൻ ചാർജായിട്ടുള്ള ശ്രീ സോളമൻ്റെ നേതൃത്വത്തിൽ 25 കമാൻഡോകളുടെ സേവനം പൂന്തുറ ആ ഭാഗത്ത് ഉറപ്പാക്കിയിരിക്കുകയാണ്. പൂന്തുറ മേഖലയിൽ ഈ സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് മത
രാഷ്ട്രീയ സാമുദായിക നേതാക്കളുടെ സഹായം ഗവൺമെൻറ് തേടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണി മുതൽ ഈ സമയം വരെയും MLAയും കൗൺസിലർമാരും മുൻ കൗൺസിലർമാരും എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും ആ പ്രദേശത്തെ മത സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും അടങ്ങുന്നതായിട്ടുള്ള 21 പേരുടെ ഒരു സൂം വീഡിയോ കോൺഫറൻസിംഗ് ജില്ലാ അഡ്മിനിസ്ട്രേഷനും ഞാനും ചേർന്ന് നടത്തുകയുണ്ടായി. കളക്ടറും ബന്ധപ്പെട്ട അധികാരികളും അതിൽ പങ്കെടുത്തിരുന്നു. വളരെ വിശദമായിട്ട് ആ പ്രദേശത്തെ പ്രശ്നങ്ങളെക്കുറിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്തു. ഗവൺമെൻറ് എടുത്ത നടപടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാര്യത്തിലും നല്ല പിന്തുണ രേഖപ്പെടുത്തി, തൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ പരിശോധന ആവശ്യമാണെന്നുള്ള സംഗതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു ടീമിൻ്റെ പരിശോധനയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ 6 ടീമുകളുടെ പരിശോധന നടക്കുകയാണ്. 6 ടീമുകൾ പരിശോധിക്കുന്നുണ്ട്. ഈ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിൻ്റെ ഉച്ചഭാഷണിയിലൂടെ ആ പ്രദേശത്തെ പ്രധാന റോഡുകളിലും ഇട റോഡുകളിലുമെല്ലാം തന്നെ പ്രചാരണ സംവിധാനം ഇന്നും നാളെയും ഏർപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അഗ്രസീവായിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ആരോഗ്യവകുപ്പ് ഈ പ്രദേശത്ത് ഉദ്ദേശിക്കുന്നത്. വരുന്ന ഏതാനും ദിവസക്കാലത്തിനകത്ത് തന്നെ കഴിയുന്നത്ര പ്രൈമറി, സെക്കൻഡറി കോണ്ടാക്റ്റുകളെ മുഴുവൻ നമുക്ക് ടെസ്റ്റിങ്ങിന് വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പോസിറ്റീവാകുന്ന മുഴുവൻ കേസുകളും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അണുനശീകരണത്തിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്തു. അണുനശീകരണ പരിപാടികൾ കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും അഗ്രസീവായിട്ട് എല്ലാ പ്രധാനപ്പെട്ട തെരുവുകളും ഇടറോഡുകളും മുടുക്കുകളും ഒക്കെ തന്നെ അണുനശീകരണത്തിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ നടത്തും. 10-ാം തീയതി ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും അണുനശീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഈ യോഗത്തിൽ വെച്ച് എടുക്കുകയുണ്ടായി. അതിപ്പോൾ അണുനശീകരണത്തിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ളൊരു കാര്യമല്ല. അതിന് ആവശ്യം വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ്. ആവശ്യം വേണ്ടതായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ നഗരസഭ വിതരണം ചെയ്യും. 1 ലിറ്റർ വെള്ളത്തിൽ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 ഗ്ലാസ് വെള്ളം, അതിൽ 6 സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 20 മിനിറ്റ് നേരം അത് വച്ചിരുന്നാൽ അത് ഇത് അണുനശീകരണത്തിന് പറ്റുന്ന ഒരു ലായനിയായിട്ട് മാറും. അതുപയോഗിച്ച് വീടും വീട്ടുപകരണങ്ങളും പരിസരവും ഒക്കെ തന്നെ നമുക്ക് ശുചിയാക്കാനായിട്ട് സാധിക്കും. ആവശ്യത്തിന് അധികം വെള്ളവും കൂടുതൽ ബ്ലീച്ചിങ് പൗഡറും ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 10-ാം തീയതി ഈ മേഖലയിലാകെ, അത് ഈ 3 വാർഡുകളിൽ മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ച പരിസര വാർഡുകളിലെയും സർവ്വ വീടുകളിലും എല്ലാവരും താല്പര്യപൂർവ്വം ഈ സ്വയം അണുനശീകരണ പ്രവർത്തനത്തിനായിട്ട് മുന്നോട്ട് വരണം. ബ്ലീച്ചിങ് പൗഡർ ഇല്ലാത്ത ആളുകൾക്ക്, ആവശ്യം വേണ്ടതായിട്ടുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. മാസ്കിൻ്റെയും സാനിറ്റൈസറിൻ്റെയും ഒരു കുറവിൻ്റെ അല്ലെങ്കിൽ ലഭ്യത കുറവിൻ്റെ ഒരു പ്രശ്നം വന്ന് പാവപ്പെട്ട ആളുകൾക്ക് അത് മേടിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. നഗരസഭയോട് അവർക്ക്, പാവങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലുമുണ്ട്, എന്നാലും ഇത് അത്യാവശ്യം വേണ്ട ആളുകൾക്ക് മാസ്കും സാനിറ്റൈസറും അവിടെ ഈ 3 വാർഡിലും കോർപ്പറേഷൻ കൗൺസിലർമാരിലൂടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ടെലി ഡോക്ടർ സേവനം ലഭ്യമാക്കാനായിട്ട് 24 മണിക്കൂറും നമ്മുടെ വാർ റൂമിൽ, ജില്ലാ വാർ റൂമിൽ, കളക്ടറേറ്റിലെ ജില്ലാ വാർ റൂമിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ വന്നത് ആ പ്രദേശത്ത് ഇപ്പോൾ മത്സ്യബന്ധനം അതിന് സാധിക്കുന്നില്ല. കാരണം ഗവൺമെൻറ് ഇപ്പോൾ കർശനമായിട്ടുള്ള ഒരു നില സ്വീകരിച്ചിട്ടുണ്ട്. പൂന്തുറ നിന്ന് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചും മത്സ്യബന്ധനത്തിന് ബോട്ടുകളും വള്ളങ്ങളും പോകുന്നത് തടയുകയാണ്. കുറച്ച് ദിവസത്തേക്ക് ബോട്ടുകളും വള്ളങ്ങളും തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് പൂന്തുറ ഭാഗത്തേക്കും വരാൻ വേണ്ടി പാടില്ല
എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ സെക്യൂരിറ്റി, മറൈൻ എൻഫോഴ്സ്മെൻറ്റ് എന്നിവയ്ക്ക് അത്തരം വള്ളങ്ങളെയും ബോട്ടുകളെയും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ കടലിൻ്റെ അതിർത്തിയും ലോക്ക് ചെയ്യുകയാണ് എന്ന് സാരം. ഇതുകൂടാതെ സൗജന്യ റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സൗജന്യമായിട്ട് റേഷൻ എന്ന് പറഞ്ഞുകൂടെ അരി, 5 കിലോ അരി ഈ 3 വാർഡിലെ എല്ലാ വീടുകളിലും വിതരണം ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ 10 റേഷൻ കടകളാണ് 1 കിലോമീറ്ററിനകത്തുള്ളത്. 10 റേഷൻ കടകളുണ്ട്. ഏതാണ്ട് ഒരു 700 മീറ്ററിനകത്താണ് ഈ 10 റേഷൻ കടകളുള്ളത്. ഓരോ റേഷൻ കടയിലും 200 മുതൽ 300 വരെ കാർഡ് ഉടമകളുണ്ട്. 3 ദിവസം കൊണ്ട് ഈ കാർഡ് ഉടമകൾ വന്ന് റേഷൻ വാങ്ങണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതിൽ 0, 1, 2, 3 ഈ നമ്പറിൽ അക്കങ്ങളിൽ അവസാനിക്കുന്ന കാർഡ് ഉടമകൾ 9-ാം തീയതി റേഷൻ വാങ്ങണം. 4, 5, 6, 4, 5, 6 ഈ അക്കത്തിൽ അവസാനിക്കുന്ന കാർഡ് ഉടമകൾ 10-ാം തീയതി റേഷൻ വാങ്ങിക്കണം. 7, 8, 9, 7, 8, 9 ഈ അക്കത്തിൽ അവസാനിക്കുന്ന കാർഡ് ഉടമകൾ 11-ാം തീയതി റേഷൻ വാങ്ങിക്കണം. 7 മുതൽ 11 മണി വരെ മറ്റ് ഗ്രോസറി ഷോപ്പുകൾ തുറന്നിരിക്കുന്നത് പോലെ തന്നെ റേഷൻ കടകളും തുറക്കും. ആ സമയത്ത് നിശ്ചിത അകലം പാലിച്ചും സാമൂഹികമായിട്ടുള്ള അച്ചടക്കത്തോടു കൂടിയും ഈ കടയിൽ വന്ന് 5 കിലോ റേഷൻ വാങ്ങിക്കാം. അവർക്ക് സാധാരണ അവിടെ ഏതാണ്ട് AAY കാർഡ് ഉടമകളാണ് ഏരിയ കൂറുമുള്ളത്. അവർക്ക് മാസത്തിലൊരിക്കൽ 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും ഒരു കാർഡിന് സൗജന്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പിങ്ക് കാർഡുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാളിന് 4 കിലോ അരി വെച്ച് എത്ര നമ്പറുണ്ടോ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് 1 കിലോ ഗോതമ്പ് കൊടുക്കുന്നുണ്ട്. അതിന് 1 കിലോയ്ക്ക് 2 രൂപയാണ് കൊടുക്കേണ്ടത്. നീലക്കാർഡുകാരുടെ കാര്യത്തിലാണ് 1 കിലോയ്ക്ക് 4 രൂപ എന്നുള്ള നിലയിൽ 2 കിലോ അരിയും 1 കിലോ ഗോതമ്പും കൊടുക്കുന്നത്. അത് അവർക്ക് ഈ സമയത്ത് തന്നെ വാങ്ങാൻ സാധിക്കും. കൂട്ടത്തിലാണ് 5 കിലോ അരി കൂടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിർദ്ദേശിച്ചത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പൂന്തുറയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കോവിഡ് രോഗബാധ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എടുക്കുന്ന അടിയന്തര നടപടികൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. സൗജന്യ റേഷൻ അവിടുത്തെ 3 വാർഡുകളിൽ പ്രധാനമായും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരത്തിലേക്ക്, സ്വർണ്ണക്കടത്ത് കേസിൽ ഫലപ്രദമായ അന്വേഷണത്തിന് ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കത്ത്. നയതന്ത്ര ബാഗേജിൽ ഒളിപ്പിച്ച് വലിയ അളവിൽ സ്വർണം കള്ളക്കടത്ത് നടത്താനുണ്ടായ ശ്രമം അത്യധികം ഗൗരവമുള്ളതാണ്. ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്നതും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നതുമാണ് ഈ സംഭവം. ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര ഏജൻസികളെയും ഏകോപിപ്പിച്ച് ഫലപ്രദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. അന്വേഷണ ഏജൻസികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് അന്വേഷണത്തോടും സംസ്ഥാന സർക്കാരിന് പൂർണ്ണ സമ്മതമാണ്, അതിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് കോടതി തീരുമാനിച്ചാൽ, സംസ്ഥാന സർക്കാർ താല്പര്യം കോടതിയിൽ അറിയിച്ചാൽ CBI അന്വേഷണം എന്ന നിലയിലാണല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് തന്നെ കത്തയച്ച് കേന്ദ്ര ഏജൻസികളുടെ ഏകോപിച്ചുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും ശരത്ത്, ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിന് CBI അന്വേഷണം ആവശ്യപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്ന് അക്കാര്യത്തിൽ ഒരു പടി കൂടി കടന്ന നടപടിയും സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. അതായത് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഫലപ്രദമായ അടിയന്തര ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വേണം. ഫലപ്രദമായ അന്വേഷണം വേണം. നയതന്ത്ര ബാഗേജിൽ ഒളിപ്പിച്ച് വലിയ അളവിൽ സ്വർണം കടത്ത് നടത്താനുണ്ടായ ശ്രമം അത്യന്തം ഗൗരവമുള്ളതാണ്. ഈ കുറ്റകൃത്യം കസ്റ്റംസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുന്ന വിഷയമാണ്. അതുകൊണ്ട് എല്ലാ ഏജൻസികളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണം വേണമെന്നാണ് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇടപെടണം, കേന്ദ്ര ഏജൻസികളെ ഏകോപിപ്പിച്ചുള്ള ഗൗരവമുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കത്തിലൂടെ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത്. അരുണാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.